നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് നിശബ്ദമായ എന്നാൽ വളരെ കരുത്തുറ്റ ഒരു വിപ്ലവം നടക്കുകയാണ്. പണ്ട് വായ്പകൾക്കും ബാങ്ക് ഇടപാടുകൾക്കും പുരുഷന്മാരെ മാത്രം ആശ്രയിച്ചിരുന്ന കാലം മാറി. ഇന്ന് ഇന്ത്യയിലെ വായ്പാ വിപണിയുടെ ഗതി നിശ്ചയിക്കുന്നത് സ്ത്രീകളാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പുരുഷന്മാരെക്കാൾ വേഗത്തിൽ വായ്പകൾ എടുക്കുന്നതിലും അത് കൃത്യമായി തിരിച്ചടക്കുന്നതിലും ഇന്ത്യൻ സ്ത്രീകൾ വലിയ മുന്നേറ്റം നടത്തുന്നു. ക്രിഫ് ഹൈ മാർക്ക് പുറത്തുവിട്ട പുതിയ പഠനത്തിലെ ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ വായ്പ എടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ 14.2% വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 8.9 കോടി സ്ത്രീകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ വിവിധ ബാങ്ക് വായ്പകൾ ഉപയോഗിക്കുന്നത്. പുരുഷന്മാരുടെ വളർച്ചാ നിരക്ക് വെറും 8.2% മാത്രമാണെന്ന് ഓർക്കണം. അതായത് ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ സ്ത്രീകൾ അതിവേഗം കുതിക്കുകയാണ്. 2025 ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് സ്ത്രീകളുടെ ലോൺ പോർട്ട്ഫോളിയോയിൽ 23.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കുകൾക്ക് സ്ത്രീകളെ ഇത്ര താല്പര്യം തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്: തിരിച്ചടവ്. പുരുഷന്മാരെക്കാൾ കൃത്യമായി ലോൺ തിരിച്ചടയ്ക്കുന്നതിന് സ്ത്രീകളാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. വായ്പ തിരിച്ചടവിൽ മുടക്കം വരുത്തുന്നവരുടെ എണ്ണം സ്ത്രീകളിൽ വളരെ കുറവാണ്. പ്രധാനമായും സ്വർണ്ണ പണയം, വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ എന്നിവയിലാണ് സ്ത്രീകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. സ്വർണ്ണ പണയ വിപണിയുടെ 43.5% സ്ത്രീകളുടെ കൈകളിലാണ്. മറ്റൊരു കൗതുകകരമായ കാര്യം ഭവന വായ്പകളിലാണ്. പുരുഷന്മാരെക്കാൾ വലിയ തുകയുടെ ഭവന വായ്പകൾ ഇപ്പോൾ സ്ത്രീകൾ എടുക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ശരാശരി ഭവന വായ്പാ തുക 30.7 ലക്ഷം രൂപയാണെങ്കിൽ സ്ത്രീകളുടേത് 33.9 ലക്ഷം രൂപയാണ്. ഇത് കാണിക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വന്തമായി ആസ്തികൾ ഉണ്ടാക്കാനുള്ള താല്പര്യവുമാണ്. ബിസിനസ് രംഗത്തും സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല. ഇന്ത്യയിലെ ബിസിനസ് ലോണുകളിൽ പകുതിയിലധികവും സ്ത്രീകളാണ്. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ സ്ത്രീകൾ കാണിക്കുന്ന ഈ താല്പര്യവും ഇന്ത്യൻ എക്കണോമിക്ക് വലിയ കരുത്താണ് നൽകുന്നത്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്കൊപ്പം കേരളവും സ്ത്രീ വായ്പക്കാരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ആദ്യമായി ബാങ്ക് വായ്പ എടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം 33% നിന്ന് 41% വർദ്ധിച്ചു എന്നത് വലിയൊരു നേട്ടമാണ്. ചുരുക്കത്തിൽ വായ്പാ വിപണിയിലെ കേവലം ഒരു വിഭാഗം എന്ന നിലയിൽ നിന്നും മാറി ഇന്ത്യയുടെ റീറ്റെയിൽ ക്രെഡിറ്റ് മാർക്കറ്റിന്റെ നട്ടെല്ലായി സ്ത്രീകൾ മാറുകയാണ്. കൃത്യമായി തിരിച്ചടവും ഉത്തരവാദിത്ത ബോധവും സ്ത്രീകളെ ബാങ്കുകളുടെ പ്രിയപ്പെട്ട ഇടപാടുകാരാക്കി മാറ്റുന്നു. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകൾ എത്രത്തോളം പങ്കാളികളാകുന്നുണ്ട്? കമന്റ് ചെയ്യുക. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.